ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ റംസാൻ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. നമ്മൾ 30 ഡേയ്സ് 30 ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പീസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഇന്നത്തെ റെസിപ്പീസ് ആയിട്ടുള്ള ചിക്കൻ ട്രയാങ്കിൾ റെസിപ്പി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 1.25 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് 250 ml ആണ് ടോട്ടൽ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ, നല്ല ഹീപ്ഡ് ആയിട്ടുള്ള ഒരു ടീസ്പൂൺ ചേർക്കാം, അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ നമ്മൾ നോർമലായിട്ട് ചേർത്താൽ മതി. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ നമുക്ക് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ചേർത്ത് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് ഇത് ചെറുതായിട്ട് ചൂടുള്ള പാലും വെള്ളവും മിക്സ് ചെയ്തതാണ്. ഒരു 2 ടേബിൾ സ്പൂൺ പാലും പിന്നെ ഒരു അരക്കപ്പോളം വെള്ളവും കൂടി ചേർത്താണത്. ഓക്കെ, പിന്നെ നമ്മുടെ മാവിലോട്ട് ഏകദേശം 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർത്തിട്ടുണ്ട്. മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളും പിന്നെ നമ്മുടെ പാലും വെള്ളവും കൂടെ മിക്സ് ചെയ്തതും കൂടെ ചേർത്ത് നമ്മുടെ ഡോ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇത് നന്നായിട്ട് കുഴച്ചതിന് ശേഷം 1 മുതൽ 2 മണിക്കൂർ വരെ നമുക്ക് ഈ ഒരു ഡോ അടച്ച് വെച്ച് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഒരു ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ടല്ലേ. അതിനായിട്ട് ഞാൻ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഇവിടെ വളരെ നേരിയതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 1/2 കപ്പാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷമുള്ളത്. ഓക്കെ, ഇത് 1 ടീസ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തതിലേക്ക് ചേർത്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ നമ്മൾ ഫ്രൈ ചെയ്താൽ മതി, കാരണം വളരെ തിന്നായിട്ടാണ് നമ്മളിതിനെ കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സീസണിങ് ആയിട്ട് ഞാൻ ഉപ്പും പെപ്പർ പൗഡറും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നമ്മൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ സ്പൈസസോ അല്ലെങ്കിൽ ഫ്ലേവേഴ്സോ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാനിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സെയിം പാനിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള മസാല ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ചെറിയ പീസസ് സെലറി നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു ചെറിയ സവാളയാണ്, വലുതാണെങ്കിൽ ഹാഫ് മാത്രം യൂസ് ചെയ്താൽ മതിയാവും. ഓക്കെ, ഇനി ഒരു ക്യാപ്സിക്കത്തിൻ്റെ 4/1 ഭാഗം വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളകും. ഇനി ഈ സെയിം പാനിലോട്ട് തന്നെ ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിലും യൂസ് ചെയ്യാം. വെളിച്ചെണ്ണയൊക്കെ പോലെയുള്ള ഹാഷ് ഫ്ലേവർ ഉള്ളത് യൂസ് ചെയ്യാണ്ടിരിക്കുക. ഇതിലോട്ട് 1 ടീസ്പൂൺ നമ്മൾ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ഗാർലിക് പേസ്റ്റ് മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ വളരെ തിന്നായിട്ട് അല്ലെങ്കിൽ വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സെലറി, പിന്നെ നമ്മൾ നോർമൽ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള അനിയൻ, പിന്നെ പച്ചമുളക്, ഈ 3 കാര്യങ്ങളും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ചെയ്തെടുത്താൽ മതി. ഹൈ ഫ്ലെയിം നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ചെയ്യാം, യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഈ അനിയൻ ജസ്റ്റ് ഒന്ന് വഴന്ന് വരട്ടെ. ആ ഒരു കളർ ചെറുതായിട്ടൊന്ന് മാറുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അനിയൻ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനും കൂടി നമ്മളിപ്പോൾ തന്നെ ചേർക്കുകയാണ്. അപ്പോൾ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ഉപ്പും പെപ്പറും കൂടി ചേർത്തതിന് ശേഷം ഇതുപോലെ ഫില്ലിങ് നമുക്ക് സെർവ് ചെയ്യാം. അധികം സോസസ് ഒന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സോസി ആയിട്ടുള്ള ഫീലിംഗ് ഒക്കെ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ചെയ്യാം. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സോസി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പെപ്പർ ചേർക്കാം. നമുക്ക് എത്രയും എരിവ് ഇഷ്ടമുണ്ടോ അത്രയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ സോയ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം അത്രയും ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം. പിന്നെ ഇവിടെ ഞാൻ സ്റാച്ച ചേർത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഹോട്ട് സോസോ അല്ലെങ്കിൽ അതിന് പകരം ചില്ലി സോസോ ആഡ് ചെയ്താൽ മതി. ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് കുറച്ചുകൂടി പേഴ്സണലി ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ അത് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം ഇതിലോട്ട് 1-2 പിഞ്ച് പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. അപ്പോൾ ഇതും കൂടി ചേർത്ത് വഴറ്റിയതിന് ശേഷം നമ്മുടെ ഈസി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടുമാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയത്തേക്ക് നമ്മുടെ ഡോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഏകദേശം സൈസിൽ ഡബിളായി വന്നിട്ടുണ്ട്. ഇത് അല്പം മൈദയോ മറ്റോ തൊട്ട് നമ്മൾക്കിത് നമുക്ക് ആവശ്യമുള്ള സൈസിലുള്ള ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കാം. നമ്മൾക്ക് എത്രമാത്രം സൈസ് വേണോ അതിനനുസരിച്ചുള്ളത് വേണം നമ്മൾ ഉണ്ടാക്കാനായിട്ട്. ഞാനിവിടെ ഒരു അത്യാവശ്യം വലിയ ഒരു 4 ട്രയാങ്കിൾസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ചെറിയ ചെറിയ ട്രയാങ്കിൾസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മൈദ തടവിട്ട് വളരെ കുറച്ച്, മാക്സിമം എത്ര കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും കുറച്ച് മൈദ വെച്ച് നമ്മൾ കൈകൊണ്ട് വേണമെങ്കിൽ പരത്താം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു റോളിംഗ് പിന്ന് വെച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം തിന്നായിട്ട് തന്നെയാണ് പരത്തുന്നത്. ഒത്തിരി തിന്നായിട്ടില്ല, നമ്മളൊരു പൂരിനേക്കാൾ കുറച്ചുകൂടെ തടിയില്ലേ. ഓക്കെ, അപ്പോൾ അതിന് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് എത്രമാത്രം ഫില്ലിങ് ഇഷ്ടമുണ്ടോ അത്രയും ചേർക്കാം.
പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു പുഴുങ്ങിയ മുട്ട, അതിന് 4 പീസായിട്ട് 4 ട്രയാങ്കിൾസിലും വേണ്ട രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു ട്രയാങ്കിൾ പോലെ മടക്കിയെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ സൈഡ് നന്നായിട്ട് പിഞ്ച് ചെയ്ത് പ്രസ് ചെയ്ത് സീൽ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് അത് ഓപ്പണായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ എല്ലാ ട്രയാങ്കിൾസും റെഡിയാക്കി എടുക്കാം. ആവശ്യം എന്നാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം നമ്മൾ തൊട്ടതിന് ശേഷം ഇത് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇപ്പോൾ നമ്മളെല്ലാ ട്രയാങ്കിൾസും റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്തും പിന്നെ നമ്മൾ 10 മിനിറ്റ് ഇതിന് സെറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ആ സമയത്ത് ഇത് കുറച്ചുകൂടി വലിയതാവും. സോ അതിനനുസരിച്ച് നമ്മൾ അത്രയും ഫില്ലിങ് അതിലേക്ക് ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അവിടെ ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതായി ട്രയാങ്കിൾസ് കുറച്ചുകൂടി ഒന്ന് വലുതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാനിവിടെ ടൊമാറ്റോ കെച്ചപ്പാണ് അപ്ലൈ ചെയ്യുന്നത്. കുറച്ചുകൂടി കളർ കിട്ടാനായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫുഡ് കളർ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ആ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സെസമി സീഡ്സും കൂടെ ഈ ഒരു ട്രയാങ്കിൾസിൻ്റെ മുകളിൽ നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിനൊരു 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത അവനിൽ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ല പെർഫെക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുന്ന സമയത്ത് അതൊരു ഹോളോ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഒരു ടൂത്ത് പിക്ക് വെച്ച് ഇൻസേർട്ട് ചെയ്ത് നോക്കാം നമ്മൾക്കിത് മുഴുവനായിട്ട് കുക്കായി വന്നുള്ളത്. ഈ ഒരു റെസിപ്പി നമ്മൾ അവനില്ലാതെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ല തിക്ക് അല്ലെങ്കിൽ ഹെവി ബോട്ടമായിട്ടുള്ള ഒരു പാൻ എടുക്കാം. ചുവട് കട്ടിയുള്ളതെന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അതെടുക്കുക. നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള അതെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലോട്ട് നമ്മുടെ ഓരോ ട്രയാങ്കിൾസും വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതിനെ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് മുഴുവനായിട്ട് കുക്കാവുന്നതിൽ ചെയ്യാനായിട്ട്. ഏകദേശം ഒരു 20 മുതൽ 25 മിനിറ്റ് ഒക്കെ എടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. നാളെ മറ്റൊരു റെസിപ്പി ആയിട്ട്